അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എട്ടുകാലി പിശാചാണ്, അതുകൊണ്ട് നിങ്ങൾ എട്ടുകാലിയെ കൊല്ലുക. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സാലബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്നും കാണാം, എട്ടുകാലിയുടെ വലയിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശുദ്ധിയാക്കുക, കാരണം അവ നീക്കാതിരിക്കൽ ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ്. എട്ടുകാലിയെ കൊല്ലുന്നതിൻ്റെ കർമ്മശാസ്ത്രം വിധി എന്താണെന്ന് നോക്കാം. ഇമാം ഷെയ്ഖ് സഖരിയൽ അൻസാരി പ്രസ്താവിക്കുന്നു, പാമ്പ്, തേള്, കടിക്കുന്ന പട്ടി, അതല്ലെങ്കിൽ അട്ട, ചെള്ള്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ ജീവികളെയും കൊല്ലൽ സുന്നത്തായതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ജീവികൾ എന്ന് പറയുന്നതിൽ എട്ടുകാലിയും ഉൾപ്പെടും. അതിനെ കൊല്ലൽ സുന്നത്താണ്, കാരണം അത് വിഷജീവിയാണെന്ന് ഡോക്ടർമാർ വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഒരു ധാരണയാണ്, പൊതുജനങ്ങളിലുള്ളതാണ്, എട്ടുകാലിയെ കൊല്ലാൻ സമ്മതിക്കില്ല, അത് ഗുഹാമുഖത്ത് കൂടുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയ ജീവിയാണല്ലോ എന്ന്. ആ ന്യായം പറയുകയാണെങ്കിൽ പ്രാവിനെ അറുക്കാനും നമ്മൾ പാടില്ല, കാരണം പ്രാവും ഗുഹാമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയതാണ്. പക്ഷേ ഇന്നും പ്രാവിനെ അറുത്ത് ഭക്ഷിക്കുന്നത് പതിവാണ്. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ടുകാലിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കാണാം. എട്ടുകാലിക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്. പക്ഷേ അത് ആ ഒരു എട്ടുകാലി, നബിയെ രക്ഷിക്കാൻ വേണ്ടി ഗുഹാമുഖത്ത് വല കെട്ടിയ ആ ഒരു എട്ടുകാലിയെ മാത്രമാണ് അതിൽ പ്രസ്താവിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം, എട്ടുകാലിയെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞത് അത് ഈ എട്ടുകാലി വർഗത്തെ, വംശത്തെ മുഴുവനായിട്ടുമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫുഖഹാക്കൾ ഒരു വിധി പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന രീതിയാണ് അഹ്ലുസുന്നക്കുള്ളത്.